വയലാർ അവാർഡ് തുക 25,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് എന്ന് വയലാർ ശരത്ചന്ദ്ര വർമ്മ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ചികിത്സാ സഹായ വിതരണം നടത്തി. കുമാരി അന്ന മേരിയെ ചടങ്ങിൽ ആദരിച്ചു. ടി സുബ്രഹ്മണ്യദാസ്, ഐസക് മാടവന, ജയലക്ഷ്മി അനിൽകുമാർ, R ശശിധരൻ, സജി കുര്യാക്കോസ്, S കൃഷ്ണകുമാർ, CD ശങ്കർ, B ഭാസി, KS അഷ്റഫ്, ജയമണി, തോമസ് പുളിക്കൽ, S ശിവമോഹൻ, രവിപ്രസാദ്, വിശ്വൻഭരൻ പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരാഹാരം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ പാല സെൻറ്റ് തോമസ് കോളേജിൽ ഒരു ചടങ്ങിൽ പോയി വഴിക്കാൻ അതിലേക്ക് കയറി. അവിടെ അദ്ദേഹം ആ സമയത്ത് സന്ദർശിക്കുന്ന എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ തോളത്തിൽ തട്ട് കിട്ടി. അതാണ് ആദ്യത്തെ കാണലും തുടരും. പിന്നീട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തത് 25,000 രൂപ മാത്രമായിരുന്ന വയലാർ അവാർഡ് അതിൻ്റെ സമ്മാനത്തുക 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നത് എക്കാലവും ട്രസ്റ്റിനും കുടുംബത്തിനും ഞങ്ങൾക്ക് ഓർക്കാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത്. അങ്ങനെ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ ഓരോ തവണയും വയലാർ അവാർഡ് വരുമ്പോഴും അദ്ദേഹത്തിനെ കൂടി ആ കൂട്ടത്തിൽ സ്മരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും ഒക്കെ വായിച്ചു പറഞ്ഞാൽ നിന്നും തീരില്ല. സണ്ണിക്കുട്ടി എഴുതാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മകഥ, പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അതിനകത്തൊക്കെ ഓരോ ഏടുകളും വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഭവങ്ങളുടെയും എങ്ങനെയാണ് മനുഷ്യൻ്റെ ക്ഷമ പഠിക്കുക അല്ലെങ്കിൽ ക്ഷമാശീലം നൽകുക എന്നുള്ളത് എനിക്കൊന്നും ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമാണ്. 5 മിനിറ്റ് പോലും ഒരു കാര്യം കേട്ടിരിക്കാനുള്ള സഹനശക്തിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എത്രയോ തവണ ഇരുന്നവർക്കൊണ്ട് ജനസമ്പർക്ക പരിപാടിയൊക്കെ മണിക്കൂർ പോയിരിക്കുന്നത് ഇത്രയും പേരുടെ പരാതി ഒക്കെ കേട്ട് അതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു ക്ഷമയും സഹനശക്തിയും കൂടെ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് ശ്രീ ഗോപി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. ആദ്യമായി ചാർജ് എടുത്ത ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരികയും കോട്ടയത്തേക്ക് പുതുപ്പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ. ആദ്യമേ വാളകം എന്ന് പറഞ്ഞ കൊട്ടാരക്കരയൊക്കെ അടുത്തുള്ള സ്ഥലത്ത് വെച്ച് ഒരു വണ്ടി പെട്ടെന്ന് ഒരു ഗട്ടറിൽ വീഴുകയും അത് അവിടെ കിടന്ന് വെള്ളം തെറിച്ച് വഴി നിൽക്കുന്ന ആരുടെ ശരീരത്തിൽ വീണു എന്നോട് വണ്ടി നിർത്താൻ പറയുകയും ഇറങ്ങുകയൊക്കെ ചെയ്ത അദ്ദേഹത്തിന് ആദ്യത്തെ അനുഭവം. അദ്ദേഹം പറഞ്ഞത് വളരെ അത്രയും ചെറിയ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു. അങ്ങനെ കോട്ടയം ഗസ്റ്റ് ഹൗസിലെത്തിയ അദ്ദേഹത്തിൻ്റെ മുറി ആദ്യമായിട്ടാണ്. സാധാരണ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കിടക്കേണ്ടവൻ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ കോട്ടയം ഗസ്റ്റ് ഹൗസിലെ റൂം നമ്പർ 5 എന്ന ആ മുറി എനിക്ക് ആദ്യമായി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന് ഒപ്പം വീട്ടിൽ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ സ്വന്തം തീന്മേശ ആ കസേരത്തിൻ്റെ കഞ്ഞിയുടെ പാത്രം എടുത്ത് പുറത്തേക്ക് പോകാൻ നേരെ വല്ല ഇവിടെ നിന്ന് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷവും. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ എതിർത്തിരുന്ന ആരോ, പുതുപ്പള്ളി മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ എതിർത്തിരുന്ന ആരോ, അതിന് മുമ്പ് എത്ര സമര പരിപാടിയിൽ എതിർത്തിരുന്ന ആരോ, അവരുടെ അദ്ദേഹത്തിൻ്റെ വീട് ഓലമേയാൻ, അന്ന് പഴയകാലം 39-40 മുമ്പുള്ള കാര്യമല്ലോ, ഓലമേയാൻ പൈസയില്ലാത്ത വീട്ടുകാരി വന്ന് അദ്ദേഹത്തിനെ കാണുന്നത്. ഇപ്പോൾ ആരോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി ആക്രമിച്ച ആളാണ്. പക്ഷേ അതൊന്നും നോക്കണ്ട. ആരാഴ്ച ഒരു വേറെ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ കൂടെ ശിവരാമൻ നായരുണ്ട്. അദ്ദേഹത്തിന് തൊട്ടടുത്ത സാഹചര്യം ഇരിക്കുന്നു. അദ്ദേഹം ആയിരുന്നു നമ്മുടെ കാലം അല്ലേ. അദ്ദേഹം ഈ സമയത്ത് മുങ്ങിക്കളായി. ഇനി ഇദ്ദേഹത്തിൻ്റെ കേട്ടിരിക്കാറ് സാധാരണ അങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും ചുറ്റും നിൽക്കുന്ന ഒരു സമ്പന്നനെ നോക്കിയിട്ട് അതൊന്ന് ചെയ്തുകൊണ്ടേ എന്ന് പറയുന്നൊരു, അങ്ങനെ ശത്രുവാണെന്നോ മിത്രമാണെന്നോ കരുതാതെ ആവശ്യക്കാരനാരാണ് ആവശ്യക്കാരിയാരാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന സഹായിക്കുന്നൊരു വ്യക്തിത്വം. അവാർഡ് കൊടുക്കുന്ന യുവചരിത്രത്തിലധികം ഞങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാലത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പുതിയതായി ജനിച്ചു തന്നെ പുതിയൊരു അവതാരം ഉണ്ടാകും.
പ്രശ്നം എന്നാണ് പറയുന്നത്. ഒരു സഭയുടെ ഒരു മേലധ്യക്ഷൻ അവിടെ പോയതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദീപമായ ആളുകൾ, അച്ഛന്മാരെല്ലാം ദീപമായ ആളുകൾ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. ഒരു സഭയുടെ അധ്യക്ഷൻ അവിടെ പോയതിനു ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളുടെ സഭയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതെന്നാണ്. ഇത് വേറെ സഭയാണ്, പല സഭകളുണ്ട്, സമുദായത്തിൽ ഒരുപാട് സഭകളുണ്ട്. അപ്പോൾ ഓർത്തഡോക്സ് ആയതുകൊണ്ടാണ്, ഓർത്തഡോക്സിന് കുറേ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഭാവിയിൽ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ മറ്റു ചില സഭകളുണ്ട്, അവരാദ്യമേ തന്നെ അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പ്രഖ്യാപിക്കും, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. വാഴ്ത്തപ്പെട്ടവെന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ്. നമ്മുടെ ശല്യപ്പെട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ദൈവതുല്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതാവിനെയൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്, ആ ദൈവതുല്യനെ പ്രാർത്ഥിച്ചാലും നമുക്ക് അതിൻ്റെതായ ഇത് കിട്ടുമെന്നാണ്. ഇപ്പോൾ തന്നെ ദൈവതുല്യനായി പ്രഖ്യാപിക്കാനുള്ള ആളുകളുടെ അപേക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെയൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം തലമുറയിൽ കിട്ടാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയേറെ ആളുകൾ ആളുകളിൽ ഏറ്റവും പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ കൂടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അവരോട് അദ്ദേഹത്തിൻ്റെ കാരുണ്യസ്പർശമാണ്. ഒരു സാധാരണ ജീവിതത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. 1-2 മണിക്കൂർ വെച്ച് ബാക്കി മുഴുവൻ സമയവും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളാണ് പിന്നീട് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിന് നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ. അതാണ് ആ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നേരത്തെ ഇപ്പം തന്നെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തലമുറയില്ലാത്ത കേരളത്തിലെ ഒരു മനുഷ്യനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അപേക്ഷ കൊണ്ട് കൊടുത്താൽ ഏതായിക്കോട്ടെ, ഏതൊരു കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാകും. അത് തീരുമാനം എടുക്കുവാൻ ചില പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും അത് തീരുമാനം എടുക്കണം. അത് നേരത്തെ പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമൊന്നുമില്ല. നമ്മളിവിടെയൊക്കെ സാധാരണഗതിയിൽ ആളുകൾ പനി വരുമ്പോൾ ഡോക്ടർമാർക്കാണ് പോയിക്കൊണ്ടിരുന്നത്. നേരത്തെ നമുക്ക് പനി വരുമ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ഡോക്ടർമാർക്ക് കൈക്ക് പോയത്. ഞാൻ പല സ്ഥലത്തും തിരക്കപ്പോഴത്തേക്ക് ആളുകൾ, സമീപത്തുള്ള ആളുകളെല്ലാം നേരത്തെ ടെമ്പോ പിടിച്ച് പനി വന്നാൽ ഉടനെ നേരെ പോകുന്നത് പുതുപ്പള്ളിയിലേക്കാണ്. ഞായറാഴ്ച പുതുപ്പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സ്ത്രീയൊക്കെ ചോദിച്ചത്, എന്താണ് പുതുപ്പള്ളിയിലേക്ക് പോകണം, നിങ്ങളുടെ പനിയല്ലേ ഡോക്ടറെ കാണട്ടെന്ന് ചോദിച്ചാൽ പറയും, പുതുപ്പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പനിയും മാറും, പനിക്കുള്ള ചികിത്സാ സഹായം കിട്ടുന്നു, രണ്ടും കിട്ടുന്നവരാണ്. ടെമ്പോ പിടിച്ച് പോകുന്നുണ്ട്. നേരത്തെ 10 പേരുമായിട്ട് ടെമ്പോ എടുത്ത് നേരത്തെ പുതുപ്പള്ളിക്ക് പോകുന്നു. ഞായറാഴ്ച നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാവും. ചെന്ന് കഴിഞ്ഞാൽ